5.5 വരെ ലോണും ചെയ്തു കൊടുക്കും. 5.5 വരെ ലോണും ചെയ്യാൻ പറ്റും. കുറഞ്ഞ ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റുന്ന ഒരു 7 സീറ്റർ. അടുത്തത് വീണ്ടും ഒരു ഇന്നോവ. അടുത്ത 2013 മോഡല് ഒറിജിനൽ കേരള വി ആണ്. 12 മോഡലാണ് എങ്കിലും ഒരു 16-17 വണ്ടിയുടെ ക്വാളിറ്റി ഉണ്ട് അല്ലേ? അത് നമുക്ക് കാഴ്ചയിൽ തന്നെ മനസ്സിലാവും. കാഴ്ചയിൽ മാത്രമല്ല മെക്കാനിക്കൽ സൈഡ് എല്ലാം അല്ലെ, എല്ലാം പക്കയാണ്. ഫാൻസി നമ്പർ ആണ് 4455. ഇന്നത്തെ വീഡിയോയിൽ കുറെ ഫാൻസി നമ്പറുകൾ ഉണ്ട് കേട്ടോ. മോഡൽ ഏതായിരുന്നു? ഈ വീഡിയോയിൽ നമ്മൾ പറഞ്ഞില്ല എന്ന് തോന്നുന്നത്. ഇവിടുത്തെ വണ്ടികളൊന്നും മേജർ ആക്സിഡന്റ് ഫ്ലഡ് ഒന്നും ഉണ്ടാവില്ല. എല്ലാ വാഹനത്തിനും നമ്പർ ഉണ്ടല്ലോ. എല്ലാ വാഹനത്തിനും നമ്പർ ഉണ്ട്. ഇത് RC വേണോ ഹിസ്റ്ററി നോക്കണമെങ്കിൽ RC നമുക്ക് കൊടുക്കാം. അതെ, നമ്പർ മറിച്ചൊന്നും നമ്മൾ വെക്കുന്നില്ല. ഗ്രാനൈറ്റൺ സ്പോർട്സ് ഓട്ടോമാറ്റിക് ആണ്. 60,000 കിലോമീറ്റർ ഓട്ടുള്ളൂ. നമ്പറിൽ ഒരു ലെറ്റർ മറിച്ചു കഴിഞ്ഞാൽ ആരുടെ നമ്പർ ആവും നിങ്ങൾ കമന്റ് എടുത്തോ, ഞാൻ പറയുന്നില്ല. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇസ്മി അരുൺ. ഞാനുള്ളത് പെരുമ്പാവൂർ കാഴ്ചയിലാണ്. പെരുമ്പാവൂർ കാഴ്ചയിലെ ആദ്യത്തെ വീഡിയോ നമ്മൾ കഴിഞ്ഞ ദിവസം ഇട്ടിരുന്നു. ആ വീഡിയോയിൽ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഫുള്ള് 0 ഡൗൺ പേയ്മെന്റ് വണ്ടികളായിരുന്നു അല്ലേ? അതെ അതെ, ഏകദേശം ഒരു 10-12 വണ്ടികളുണ്ടായിരുന്നു. ഫുള്ള് 0 ഡൗൺ പേയ്മെന്റ് എല്ലാ കാറ്റഗറിയിലുള്ള വണ്ടികളുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ബാക്കിയാണ് ഈ വീഡിയോ. ഈ വീഡിയോയിൽ കുറച്ച് വെറൈറ്റി വണ്ടികൾ നമ്മൾ കാണിക്കാൻ പോകുന്നത്. ലൊക്കേഷൻ വരുന്നത് കറക്റ്റ് എന്ന് പറഞ്ഞിടത്തേക്ക് പെരുമ്പാവൂർ മൂവാറ്റുപുഴ MC റോഡ് 2 കിലോമീറ്റർ. അതാണ് കറക്റ്റ് ലൊക്കേഷൻ. ബാക്കി ഡീറ്റെയിൽസ് നമ്മൾ ഇടയിൽ പറയുന്നതായിരിക്കും. ഇന്നത്തെ ആദ്യത്തെ വണ്ടി എന്ന് പറയുന്നത് ഏതാണ്? XUV എന്ന് തുടങ്ങിയാലോ? XUV 500 ആണ്. ഏതാ മോഡല്? 2013 മോഡലാണ്. സെക്കൻഡ് ഓണർഷിപ്പ് 130 ഓടിയിട്ടുണ്ട്. W8 ആണ്. അന്നത്തെ ഫുൾ ഓപ്ഷൻ വാഹനമാണ്. W8 ആണ്. ഫീച്ചേഴ്സ് 6 ബാഗ് വരുന്ന വാഹനമാണ്. എല്ലാം വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എത്രയാണ് ചോദിക്കുന്നത്? നമുക്ക് 5.25 ലക്ഷം രൂപ കൊടുക്കാം. 5.25. 5.5 വരെ ലോണും ചെയ്തു കൊടുക്കും. 5.5 വരെ ലോണും ചെയ്യാൻ പറ്റും. കുറഞ്ഞ ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റുന്ന ഒരു 7 സീറ്റർ. അതെ അതെ, വേണമെങ്കിൽ 8 പേർക്കൊക്കെ ഇരിക്കാം. 8 പേർക്ക് ഇരിക്കാം. ഫാൻസി നമ്പറുമാണ്. ഫാൻസി നമ്പറാണ്. എന്താ നമ്പർ? 101. യെസ്. അപ്പോൾ അടിപൊളി വണ്ടിയാണ്. ഇത്രയും പെട്ടെന്ന് ഒന്ന് എടുത്തോളുക. അടുത്തത് നമുക്കൊരു ഫോർച്യൂണർ ആണ്. 2012 മോഡല് ഓട്ടോമാറ്റിക് ആണ്. 4x2 ഓട്ടോമാറ്റിക് ആണ്. ഓക്കെ, 4x2 ആണ്. ഓട്ടോമാറ്റിക് ആണ്. 1,65,000 കിലോമീറ്റർ കമ്പനി സർവീസ് ഉള്ള വാഹനമാണ്. 2024 വരെ 2024 10 മാസം വരെ ഹിസ്റ്ററി ഉള്ള വാഹനമാണ്. 2024 വരെ പേപ്പർ ഹിസ്റ്ററി ഉള്ള വാഹനം. ഓക്കെ, അപ്പോൾ ഇത് ഒറിജിനൽ കേരള റീ രജിസ്ട്രേഷൻ വണ്ടിയാണല്ലേ? നമുക്ക് 11.25 ലക്ഷം രൂപ കൊടുക്കാം. 11.25 ലക്ഷം രൂപയ്ക്കാണ് വണ്ടി കൊടുക്കാതിരിക്കുന്നത്. കിലോമീറ്റർ ഒക്കെ ജെനുവിൻ ആണല്ലോ. സർവീസ് പക്ക സർവീസ് ഉള്ള വാഹനമാണ്. മേജർ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത വണ്ടിയാണ്. അപ്പോൾ ഇതിന് ഫിനാൻസ് എത്ര? നമുക്കൊരു 10 ലക്ഷം രൂപ ചെയ്ത് കൊടുക്കാം. 10 ലക്ഷം രൂപ വരെ ഫിനാൻസ് ചെയ്യാം കേട്ടോ. അടുത്തത് ഒരു ഇന്നോവ. ഇത് റിയാണോ? അതെ, ഇത് 2009 വണ്ടിയാണ്. പക്ഷെ നല്ല ക്ലീൻ വണ്ടിയാണ്. TRD-യുടെ ഇതൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. അത്യാവശ്യം ക്വാളിറ്റി ഇന്റീരിയറിലൊക്കെ നല്ല നീറ്റ് വണ്ടിയാണ് കേട്ടോ. അപ്പോൾ മോഡൽ ഏതായാലും 2009 മോഡല് റിന്യൂവൽ കഴിഞ്ഞേക്കാണ്. 2029 ലാസ്റ്റ് വരെ പേപ്പർ കാര്യങ്ങളുണ്ട്. 7 സീറ്റർ ആണ്. Type 4 കൺവെർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത് നമുക്ക് 4,60,000 രൂപ കൊടുക്കാം. 4.60 ആണ് ചോദിക്കുന്നത്. 2009 ഫിനാൻസ് ഉണ്ടാവില്ലല്ലോ. ഫിനാൻസും കൊണ്ട് ശ്രീരാം ഒക്കെ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ചെയ്ത് കൊടുക്കാം അല്ലേ? എന്നാലും 2 വർഷത്തെ എത്ര വർഷം? 2-3 വർഷത്തേക്ക് ശ്രീരാം ചെയ്യാൻ പറ്റും. ഓക്കെ, മാക്സിമം റെഡി ക്യാഷ് ഉണ്ടെങ്കിൽ എടുക്കണമായിരിക്കും. റെഡി ക്യാഷ് ഉണ്ടെങ്കിൽ അത് എടുക്കണമായിരിക്കും നല്ലത്. ഇൻട്രസ്റ്റ് കൂടും, നമുക്ക് EMI കൂടുതൽ അടയ്ക്കേണ്ടി വരും. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്നാലും നോക്കാം, അത് നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ ഇത് എത്ര കിലോമീറ്റർ ഓടിയുന്നു? ഇത് 2 ലക്ഷത്തിനടുത്ത് വണ്ടിയാണ്. അപ്പൊ കറക്റ്റ് ആയിട്ട് നമുക്കത് പറയാൻ പറ്റില്ല. എന്നാലും ടൊയോട്ടയുടെ വണ്ടി 2 ലക്ഷം കിലോമീറ്റർ പ്രശ്നമല്ല അതിന്. അടുത്തത് വീണ്ടും ഒരു ഇന്നോവ. അടുത്ത 2013 മോഡല് ഒറിജിനൽ കേരള വി ആണ്. ഒറിജിനൽ കേരള വി വണ്ടി, കൊല്ലം. ഫാൻസി നമ്പർ ആണ്. 4004 കിലോമീറ്റർ ഓടിയുണ്ട്. ഇത് 1,75,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. വി ആണ്. അത്യാവശ്യം ഫീച്ചേഴ്സ് എല്ലാം കമ്പനി വരുന്നതാണ്. അഡീഷണൽ അലോയ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിലെ ഗ്രില്ലൊക്കെ ഡീക്രോം ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം അത്യാവശ്യം ഫിറ്റിംഗ്സ് എല്ലാം അഡീഷണൽ ചെയ്തിട്ടുണ്ട്. സീറ്റ് കവർ ലെതറൊക്കെ ചെയ്തിട്ടുണ്ട്. ഓണർഷിപ്പ് ഏതായിരുന്നു? ഇത് 3rd ഓണർഷിപ്പ് ആണ്. ഇത് നമുക്ക് 9.5 ലക്ഷം രൂപ കൊടുക്കാം. 9.5 ആണ് ഒറിജിനൽ കേരള വി ആണ് കേട്ടോ. ഒറിജിനൽ കേരള വി ആണ്. 9.5 ആണ് ചോദിക്കുന്നത്. ഫിനാൻസ് മാക്സിമം ചെയ്ത് കൊടുക്കാം. ഒരു 8 ലക്ഷം രൂപ 8 ലക്ഷം രൂപ ചെയ്ത് കൊടുക്കാം. 8 ലക്ഷം രൂപ വരെയൊക്കെ ഫിനാൻസ് ചെയ്യാൻ പറ്റും കേട്ടോ വണ്ടിക്ക്. അടുത്ത വണ്ടി ഏതാ? അടുത്ത് നമുക്കൊരു വെർണ അടിക്കാം. വെർണ ഒരു കിടിലം വെർണ കിടപ്പുണ്ട്. 2012 മോഡലാണ് എങ്കിലും ഒരു 16-17 വണ്ടിയുടെ ക്വാളിറ്റി ഉണ്ട് അല്ലേ? അത് നമുക്ക് കാഴ്ചയിൽ തന്നെ മനസ്സിലാവും. കാഴ്ചയിൽ മാത്രമല്ല മെക്കാനിക്കൽ സൈഡ് എല്ലാം അല്ലേ? എല്ലാം പക്കയാണ്. കിലോമീറ്റർ എത്ര ഓടിയുണ്ട്? ഇത് 1,30,40 ഓടിയിട്ടുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. വെൽ മെയിൻറ്റൈൻഡ് നല്ല ക്വാളിറ്റി വണ്ടിയാണ്. ഡീസൽ വണ്ടിയാണ്. SX ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. അതായത് ആ സമയത്ത് 1.6 SX ആണ് വേരിയന്റ് വരുന്നത്. അപ്പോൾ ചോദിക്കുന്ന വില ഇത് 3.5 ലക്ഷം രൂപ. 3.5 ആണ് ചോദിക്കുന്നത്.
12 ആയതുകൊണ്ട് ഫിനാൻസ് നോക്കാം അല്ലേ? ശ്രമിക്കാം. ഇത് വില കൂടുതലാന്ന് പറയാൻ ചാൻസ് ഉണ്ട്. വണ്ടി വന്ന് കണ്ടിട്ട് പറയാം. അതെ, ഈ വണ്ടി ഇങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും അതിന്റെ ഒരു ക്വാളിറ്റി കേട്ടോ. അപ്പൊ അടുത്ത വണ്ടിയിലേക്ക് പോവാം. അടുത്ത വണ്ടി എലൻട്ര. ഹുണ്ടായുടെ എലൻട്ര ആണ്. SX ഓപ്ഷനിലാണ്. ഡീസൽ ആണ്. 1.30 ഓടിയിട്ടുണ്ട്. കമ്പനി സർവീസ് ഉണ്ട്. നല്ല ക്വാളിറ്റി വാഹനമാണ്. ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് 4.35 ആണ്. നമുക്ക് ചെറിയൊരു വ്യത്യാസം കൊടുക്കാം. ഫിനാൻസ് നമുക്ക് മാക്സിമം ചെയ്യാവുന്ന ഒരു 3.5 റേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ. വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. നല്ല ക്വാളിറ്റി വണ്ടിയാണ്. വെർണ വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റിയ വണ്ടി അല്ല അത്. അതെ, വെർണയുടെ മേളിലുള്ള വണ്ടിയാണ്. അതെ, കുറച്ചുകൂടി ലക്ഷറി ഒരു പ്രീമിയം വണ്ടിയാണ്. സ്പേഷ്യസ് ആണ്. അത്യാവശ്യം 1.6 എഞ്ചിൻ വരുന്നവനാണ്. അപ്പൊ അടുത്ത വണ്ടിയിലേക്ക് പോവാം. അടുത്തൊരു സിവിക് അല്ലേ? സിവിക് ആണ്. ഇത് 2008 മോഡലാണ്. ഇത് ഹൈബ്രിഡ് ആണ്. ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് അല്ലേ? ഓക്കെ. അപ്പോ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. കിലോമീറ്റർ എത്ര ഉണ്ടാവും? ഇത് 1,10,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അത്യാവശ്യം മോഡിഫൈ ഒക്കെ ചെയ്യാൻ പറ്റിയ വാഹനമാണ്. അതെ, സിവിക് ഒക്കെ മോഡിഫൈ ചെയ്തിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പോഴാണ് സിവിക്കിന് ഒരു ട്രെൻഡ് ആയത് അല്ലേ? ഇറക്കിയ സമയത്ത് എത്ര ആൾക്കാർക്ക്. എന്നാലും ഈ ഹൈബ്രിഡ് വണ്ടി വളരെ കുറവാണ്. ഓക്കെ. അപ്പോൾ ഇതിന്റെ നമ്പറിനും ഉണ്ട് ഒരു പ്രത്യേകത. എന്താണ് നമ്പറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്പറിൽ ഒരു ലെറ്റർ മറച്ചു കഴിഞ്ഞാൽ ആരുടെ നമ്പർ ആവും നിങ്ങൾ കമന്റ് എടുത്തോ, ഞാൻ പറയുന്നില്ല. അപ്പോൾ ഇത് ഓണർഷിപ്പ് എത്രയാണ്? ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. വില പറഞ്ഞു 3 ആണ് വാഹനം. 99% സിവിക്കും 3 ആണ്. ഇത് 2.25 ലക്ഷം രൂപ കൊടുക്കാം. 2.25 ലക്ഷമാണ് ചോദിക്കുന്നത്. അതിലൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പൊ റെഡി ക്യാഷിന് എടുക്കേണ്ടി വരും. കിട്ടൂല. അപ്പൊ ഇതിനിടയിൽ ഒരു i20 കിടപ്പുണ്ട്. 2012 മോഡലാണ്. 12 മോഡല്. മാഗ്നയാണ്. ഡീസൽ ആണ്. അത്യാവശ്യം ഫീച്ചേഴ്സ് എല്ലാം കമ്പനി വരുന്നതാണ്. കിലോമീറ്റർ 1,35,000 കിലോമീറ്റർ. 1.35 ഓണർഷിപ്പ് തേർഡ് ഓണർഷിപ്പ് ആണ്. ഓക്കെ. അപ്പൊ നമ്മുടെ വില പറഞ്ഞോളൂ. ഇത് നമുക്ക് 2.5 ലക്ഷം രൂപ കൊടുക്കാം. 2.5 ലക്ഷമാണ് വണ്ടിക്ക് ചോദിക്കുന്നത്. വരുന്ന ഫ്ലൂഡിക് ഡിസൈൻ ആണ് കേട്ടോ. 12 വരുന്ന ഫ്ലൂയിഡിക് ഡിസൈൻ. അപ്പോൾ ലൈവ്സ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഒരു 2 രൂപ അടുത്ത് ലോൺ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അടുത്തതൊരു ഫോർഡ് എക്കോസ്പോർട്ട് ആണ്. നമ്മുടെ ജോർജ് കുട്ടിയുടെ വണ്ടി അതേ കളറാണല്ലോ ദൃശ്യത്തിലും. പെരുമ്പാവൂർ KL40 വണ്ടിയാണ്. ഫാൻസി നമ്പർ ആണ് 4455. ഇന്നത്തെ വീഡിയോയിൽ കുറെ ഫാൻസി നമ്പറുകൾ ഉണ്ട് കേട്ടോ. മോഡൽ ഏതായിരുന്നു? 2013 ടൈറ്റാനിയം ആണ്. ഡീസൽ ആണ്. 1,30,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓക്കെ. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. ഇത് നമുക്ക് 4.5 ലക്ഷം രൂപ കൊടുക്കാം. 4.5 ലക്ഷം രൂപയാണ് ഈ വണ്ടിക്ക് ചോദിക്കുന്ന വില. ഫിനാൻസ് ചെയ്യാൻ പറ്റും. മാക്സിമം പിന്നെ 3.5-3.25 വരെയൊക്കെ ഫിനാൻസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഫോർഡിന്റെ വണ്ടി ധൈര്യമായിട്ട് നിങ്ങൾക്ക് എടുക്കാം. സർവീസ് സെന്ററുകളൊക്കെ പുതിയത് വരുന്നുണ്ട്. സർവീസിന്റെ ഒന്നും ഒരു ഇഷ്യൂ ഉണ്ടാവില്ല കേട്ടോ. അപ്പൊ ഇതിനിടയിൽ കൂടെ പോകുമ്പോൾ ഇവിടെ കുറെ വണ്ടികളുണ്ട്. ഈ വണ്ടിയൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്തതാണ്. എല്ലാം 0 ഡൗൺ പേയ്മെന്റ് വണ്ടിയാണ് കേട്ടോ. ഇത് കണ്ടോ, i20 വേണം കാണിക്കാം. നല്ല ഫിറ്റിംഗ്സ് കാര്യങ്ങൾ ആൻഡ്രോയിഡ് എല്ലാം ചെയ്തേക്കുന്നതാണ്. 11 മോഡലാണ്. മാഗ്നയാണ്. ഓക്കെ. ആഫ്റ്റർ മാർക്കറ്റ് അലോയ് ആൻഡ്രോയിഡ് ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. സ്പോയിലർ കാര്യങ്ങളെല്ലാം എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. സ്പോയിലർ ചെയ്തിട്ടുണ്ട്. പെട്രോൾ ആണ് വാഹനം. 1 ലക്ഷത്തിൽ താഴെ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. ഇത് നമുക്ക് 2,25,000 രൂപ കൊടുക്കാം. 2.25. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളും ഉള്ള എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഒക്കെ ഉണ്ട്. ഒരു സ്പോർട്ടി സെറ്റപ്പിലേക്ക് ആക്കിയിട്ടുണ്ട്. ബാക്കിൽ സ്പോയിലർ ഒക്കെ ഉണ്ട്. അടിപൊളി ആക്കിയിട്ടുണ്ട്. അപ്പോ ഇതിന്റെ വില പറഞ്ഞില്ലേ? 2.25 ഫൈനൽ കൊടുക്കാം. 2.25 ഫൈനൽ. അടുത്തായിട്ട് ഡീസൽ എത്തിയോസ് ആണ്. 2012 മോഡലാണ്. ഇത് തേർഡ് ഓണർഷിപ്പ് ആണ്. 1.30 ഓടിയിട്ടുണ്ട്. ഓക്കെ. ഇത് നമുക്ക് 3.25 ലക്ഷം രൂപ കൊടുക്കാം. 3.25 ചോദിക്കുന്നത്. 2.25 റേഞ്ചിൽ ലോൺ ചെയ്യാൻ പറ്റും അല്ലേ? വണ്ടികളൊന്നും കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു, ഈ വീഡിയോയിൽ നമ്മൾ പറഞ്ഞില്ല എന്ന് തോന്നുന്നത്. ഇവിടുത്തെ വണ്ടികളൊന്നും മേജർ ആക്സിഡന്റ് ഫ്ലഡ് ഒന്നും ഉണ്ടാവില്ല. എല്ലാ വാഹനത്തിനും നമ്പർ ഉണ്ടല്ലോ. എല്ലാ വാഹനത്തിനും നമ്പർ ഉണ്ട്. ഇത് RC വേണോ ഹിസ്റ്ററി നോക്കണമെങ്കിൽ RC നമുക്ക് കൊടുക്കാം. അതെ, നമ്പർ മറിച്ചൊന്നും നമ്മൾ വെക്കുന്നില്ല. എല്ലാം നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ ചെറിയ റീപ്ലേസ്മെന്റ് ഉണ്ടെങ്കിൽ അതാത് വണ്ടിയുടെ അടുത്ത് പഴക്കത്തിന്റേതായ റീപ്ലേസ്മെന്റുകൾ മാത്രമേ ഉള്ളൂ. ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഉണ്ടാവും. അതെ. അപ്പോൾ അടുത്ത വണ്ടിയിലേക്ക് പോവാം. അടുത്ത നിസാന്റെ ടെറാനോ ആണ്. അതും ഇതുപോലെ നല്ല ഹൈ ക്വാളിറ്റി എന്ന് പറയാവുന്ന വാഹനമാണ്. ഹൈ ക്വാളിറ്റി കിടക്കുന്ന വാഹനമാണ്. ഫുൾ ഓപ്ഷൻ ആണ്. XLD ആണ്. ഓക്കെ. ഫുൾ ഓപ്ഷൻ. ഡീസല്. സെക്കൻഡ് ഓണർഷിപ്പ്. 1,20,000 കമ്പനി സർവീസ് ഉള്ളതാണ്. ഓക്കെ. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും കമ്പനി വരുന്നതാണ്. ഇത് നമുക്ക് 4.5 ലക്ഷം രൂപ കൊടുക്കാം. 4.5. 2013 മോഡലാണ്. 13 മോഡൽ 4.5 ലക്ഷമാണ് ചോദിക്കുന്നത്. ഫിനാൻസ് എത്ര രൂപ എടുക്കാം? നമുക്കൊരു 3.5-3.25-4 രൂപ വരെയൊക്കെ ചെയ്ത് കൊടുക്കാം. 3.5-3.25-4 രൂപ വരെയൊക്കെ ചെയ്യാൻ പറ്റും. അതെല്ലാം നിങ്ങളുടെ ട്രാക്ക് അനുസരിച്ചായിരിക്കും കേട്ടോ. ഫിനാൻസിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നീട്ടിപ്പറത്തി പറഞ്ഞതാണ്.
അടുത്തത് ഒരു സ്കോർപിയോ ആണ് 2011 മോഡലാണ്. എം ഹോക്ക് വേരിയന്റ് ആണ്. എം ഹോക്ക് എഞ്ചിൻ വരുന്നതാണ്. അത്യാവശ്യം ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഉള്ള വണ്ടിയാണ്. കിലോമീറ്റർ 1 സംതിങ് 130 സംതിങ് ഓണർഷിപ്പ് തേർഡ് ആണ്. അപ്പൊ വില നമുക്ക് 350 ഫൈനൽ കൊടുക്കാം. 350 എം ഹോക്ക് ആണ് കിടക്കുന്നത്. പിന്നെ പറയാനാണെങ്കിൽ ഇതിന് ഫിനാൻസ് കിട്ടുമോ? ഫിനാൻസ് ചെയ്ത് കൊടുക്കാം. അല്ലെ എത്ര വരെ കയറും? നമുക്കൊരു 2.5 to 2.5 വരെ ഫിനാൻസ് ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ് ഈ സ്കോർപിയോ. അടുത്തത് വീണ്ടും മഹേന്ദ്രയുടെ ബൊലേറോ 2 കാണിക്കാം. 2 ബൊലേറോ ഉണ്ട് അല്ലേ? അതെ. ഏതൊക്കെ മോഡലുകൾ? ഇത് 2010 DI ടർബോ ആണ്. ഫുൾ വർക്ക് കഴിഞ്ഞേക്കുന്നതാണ്. കൺവേർട്ട് ഏറ്റവും പുതിയ മോഡലിൽ കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഗ്രാഫിക്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഈ സീറ്റ് കവർ കാര്യങ്ങളെല്ലാം ഉള്ള വണ്ടിയാണ്. DI ടർബോ ആണ്. സെൻസർ ഇല്ലാത്ത വണ്ടിയാണ്. കൂടുതൽ എൻക്വയറി ഉള്ള വണ്ടിയാണ്. ഇത് നമുക്ക് 3,15,000 രൂപ കൊടുക്കാം. 3.10. ഇത് കിലോമീറ്റർ 1,30,000 കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പ് ആയിട്ടുള്ളൂ. അത്യാവശ്യം കൊള്ളാവുന്ന വണ്ടിയാണ്. എല്ലാ വർക്കും കഴിഞ്ഞ വണ്ടിയാണ്. ഇനി ഒന്നും ചെയ്യാനില്ല അല്ലേ? ഒന്നും ചെയ്യാനില്ല. അപ്പൊ അടുത്തൊരു വൈറ്റ് ബൊലേറോടൊപ്പം ഉണ്ടല്ലോ. ഇത് അലോയൊക്കെ ഇട്ട വണ്ടിയാണല്ലേ? ഇത് 2013 വണ്ടിയാണ്. ഓക്കെ. ഇത് SLX എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. അലോയ്സ് ആൻഡ്രോയിസ് ഇന്റീരിയറിൽ ഫുള്ള് ബ്ലാക്ക് ചെയ്തിട്ടുണ്ട്. വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. എല്ലാം ചെയ്തിട്ടുണ്ട്. ഓക്കെ. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? ഇത് 1,00,000 താഴെ ഓടിയിട്ടുള്ളൂ. 93,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 1 താഴെയാണ് ഓടിയിട്ടുള്ളൂ. റൂഫൊക്കെ ബ്ലാക്ക് ചെയ്തേക്കുന്നവനാണ്. റൂഫൊക്കെ ബ്ലാക്ക് ചെയ്തിട്ടുണ്ടല്ലേ? അതെ. അപ്പൊ ഓണർഷിപ്പ് തേർഡ് ഓണർഷിപ്പ് ആണ്. വില പറഞ്ഞു. ഇത് നമുക്ക് 4,60 കൊടുക്കാം. 4 ലക്ഷം രൂപ വരെ ലോൺ ചെയ്ത് കൊടുക്കാം. 60,000 ഡൗൺ പേയ്മെന്റ് അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ബൊലേറോ വീട്ടിൽ കൊണ്ടുപോകാം കേട്ടോ. അപ്പൊ അടുത്ത ഒരു ഗ്രാൻഡ് സ്പോർട്സ് ഓട്ടോമാറ്റിക് ആണ്. 60,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. 2014 മോഡൽ അല്ലേ? അതെ. 2014 60,000 കിലോമീറ്റർ ഓടി. ഹിസ്റ്ററി ഉള്ളതാണ്. ലോ കിലോമീറ്റർ വണ്ടിയാണ്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല. വില എത്രയാ? വില നമുക്ക് 3,60,000 രൂപ കൊടുക്കാം. 3 ലക്ഷം രൂപ 3.25 ലക്ഷം രൂപ ലോൺ ചെയ്ത് കൊടുക്കാം കേട്ടോ. നീറ്റ് വണ്ടിയാണ്. CVT ഓട്ടോമാറ്റിക് ആണ്. മൈലേജ് ഒരു 14-15 ഒക്കെ പ്രതീക്ഷിച്ചാൽ മതി. അടുത്തൊരു സിംഗിൾ ഓണർഷിപ്പ് ഐറ്റൺ കൂടെ ഉണ്ട്. 1.2 കാപ്പ എഞ്ചിനാണ്. സിംഗിൾ ഓണർ കമ്പനി സർവീസ് ഉള്ളവനാണ്. സീറോ ക്ലെയിം ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. അതെ. ഓക്കെ. മൂവാറ്റുപുഴ അടുത്ത വണ്ടി തന്നെയാണ്. അടുത്തുള്ള വണ്ടി തന്നെയാണ്. കിലോമീറ്റർ എത്രയായിരുന്നു? ഇത് 1,10,000 കിലോമീറ്റർ സർവീസ് റെക്കോർഡ് കാണിച്ചു കൊടുക്കാം. ഫുൾ കവർ ഇൻഷുറൻസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പൊ വില ഇത് 2 ലക്ഷം രൂപ ഫൈനൽ കൊടുക്കാം. 2 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. 2012 മോഡല് ഷേപ്പ് വരുന്നവനാണ്. ഓക്കെ. 2 ലക്ഷത്തിൽ എത്ര വരെ ഫിനാൻസ് കയറും? നമുക്കൊരു 1.5 ലോൺ ചെയ്ത് കൊടുക്കാം. 1.5 വരെ ലോൺ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ ഇത്രയും വണ്ടിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ഇനിയും വണ്ടികൾ വരാനുണ്ട്. വീഡിയോയിൽ കാണാത്ത വണ്ടികൾ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഡയറക്റ്റ് വിളിക്കാവുന്നതാണ് ധൈര്യമായിട്ട്. എക്സ്ചേഞ്ച് ഓപ്ഷൻ ഒക്കെ ഉണ്ടല്ലോ. എക്സ്ചേഞ്ച് ഓപ്ഷൻ ഉണ്ട്. പിന്നെ കൊണ്ടുവരുന്ന വണ്ടിക്ക് ഒരു ക്വാളിറ്റി ഉണ്ടാവണം അല്ലേ? പുതിയ സ്റ്റോക്കുകൾ ഒരുപാട് വരാറുണ്ട്. ഇതിന് വാഹനങ്ങൾ വേണമെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി. എത്ര മണി വരെ വിളിക്കാം? നമുക്കൊരു 7 to 7 വരെ വിളിച്ച 7 to 7 വരെ കോൾ ചെയ്യാം കേട്ടോ. പ്രശ്നമൊന്നുമില്ല. കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ, ലൊക്കേഷൻ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ കാറ്റലോഗ് വേണമെങ്കിൽ തരാം. കാറ്റലോഗ് നമ്പർ വേണമെങ്കിൽ കാറ്റലോഗ് വരുമ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ വണ്ടിയുടെ ഡീറ്റെയിൽസും കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് എൻക്വയറി ചെയ്യാം. ഇപ്പോൾ കോൾ വിളിച്ചാൽ കിട്ടിയില്ലെങ്കിലും വാട്സപ്പായിട്ട് ബന്ധപ്പെട്ടാലും മതി. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ഈ വീഡിയോയിൽ പറയാത്ത ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഫിനാൻസിന്റെ ഡീറ്റെയിൽസ് ആണ്. ആധാർ കാർഡ്, പാൻ കാർഡ് ഒക്കെയാണ് മെയിനായിട്ട് വേണ്ടത്. പിന്നെ സിബിൽ സ്കോർ ഒരു 700+ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 0 ഡൗൺ പേയ്മെന്റ് വണ്ടികൾ കിട്ടും. ചെറിയ എന്തെങ്കിലും പ്രശ്നങ്ങളാണെങ്കിലും നമ്മൾ അറേഞ്ച് ചെയ്ത് ലോൺ ചെയ്ത് കൊടുക്കുക. ഒന്ന് കിട്ടിയില്ലെങ്കിൽ മറ്റൊന്നില്ലല്ലേ? നമുക്ക് ഒരു 10-12 ഫിനാൻസ് ഉണ്ട്. ഒന്ന് കിട്ടിയില്ലെങ്കിൽ നമുക്ക് മറ്റൊന്ന് ശ്രമിക്കാം. പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ ഇവിടെ വന്നാൽ മാക്സിമം ഇൻട്രസ്റ്റ് കുറച്ചും ചെയ്യാൻ നോക്കാം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ടെൻഷൻ അടിക്കണ്ട. ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടായാൽ മതി അല്ലേ? സിവിലും ഉണ്ടായാൽ മതി. നിങ്ങൾക്ക് വണ്ടി അന്ന് വിടുന്നതായിരിക്കും. പിന്നെ വിശ്വസിച്ച് വണ്ടി എടുക്കാം. അത് നമ്മുടെ ഗ്യാരണ്ടിയാണ്. അപ്പൊ നമുക്ക് വേറെ ഇത് കൊടുക്കാവുന്നതാണ്. 7 ദിവസത്തേക്ക് ഏത് വാഹനം കൊണ്ട് എന്ത് റീപ്ലേസ്മെന്റ് നമുക്ക് ചെയ്ത് കൊടുക്കാം. എന്ത് കംപ്ലൈന്റുകൾ ഉണ്ടെങ്കിലും നമുക്ക് ക്ലിയർ ചെയ്ത് കൊടുക്കുന്നതാണ്. 7 ദിവസം നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പോവാം. മൂന്നാർ എവിടെ വേണമെങ്കിലും പോവാം. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും കൊണ്ടുവന്നാൽ മതി. ക്ലിയർ ആയി കൊടുക്കുന്നത്. കാരണം ആ ഒരു കസ്റ്റമറുടെ വിശ്വാസം നമുക്ക് വേണം. അതാണ് മുന്നോട്ടുള്ള കച്ചവടത്തിന് എനർജി അല്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. താങ്ക് യു സോ മച്ച്. 2 വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. പുതിയൊരു വണ്ടി സംബന്ധമായിട്ടുള്ള വീഡിയോ കാണുന്നവരെ ബൈ പറഞ്ഞു. ഓക്കെ, ബൈ.